ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ചേട്ടായിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എടുത്ത കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. കോട്ടയത്ത് നിന്ന് അമ്മ എൻ്റെ നേരത്തെ തന്നെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ 9-ാം തീയതി വൈകുന്നേരം തന്നെ കേക്ക് എല്ലാം മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് 12 മണിക്ക് തന്നെ മുറിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആളിതൊന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം രാത്രിയിൽ ഒരു ഗംഭീര വഴക്ക് കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാളും രണ്ട് റൂമിലൊക്കെ പോയി. എന്നിട്ട് ഞാനിതെല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ആള് ഭയങ്കര വിഷമത്തിലാണ് കിടന്നത്. ഭയങ്കര എന്താ വഴക്ക് പിടിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ല, എന്നാൽ ഉറങ്ങിയിട്ടില്ലെന്ന് വെച്ചാൽ ഉറങ്ങി, അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കേക്ക് കൊണ്ട് വെച്ചിട്ട് വിളിച്ചു. അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം കേക്ക് എന്തായാലും മുറിക്കുമെന്ന് അറിയാം കേട്ടോ ബർത്ത്ഡേയുടെ അന്ന്. പക്ഷെ 12 മണിക്ക് മുറിക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇപ്പം വാങ്ങി അതിനാണോ വഴക്ക് പിടിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ നമ്മൾ കേക്കെല്ലാം മുറിച്ചു. ഭയങ്കര സന്തോഷത്തിലായിരുന്നേ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള 3-ാമത്തെ ബർത്ത്ഡേ ആണ്. ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ വീട്ടിലായിരുന്നു, എന്നാലും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ ചേട്ടായി വീട്ടിലോട്ട് വന്നപ്പോൾ നമ്മൾ അവിടെ നല്ലോണം ആഘോഷിച്ചായിരുന്നു. പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേ ബാംഗ്ലൂരായിരുന്നു, അപ്പോഴും എല്ലാവരും വന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഫുഡ് നമ്മൾ കപ്പയും ചിക്കനും ആക്കിയത്. മീൻകറിയും കപ്പയും ആക്കാനായിരുന്നു കേട്ടോ. മീൻ കിട്ടിയില്ല, അപ്പോൾ അത് കാരണം ഇതാക്കി കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണിയും പായസമൊക്കെ എപ്പോഴും ആക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. ഇത് വല്ലപ്പോഴും അല്ലേ കപ്പയൊക്കെ നല്ലത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം അതായിരുന്നു. അങ്ങനെ അതൊക്കെ ആക്കി. എനിക്കാണെങ്കിൽ ഈ സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ കാര്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഗിഫ്റ്റ് എന്ന് വെച്ച് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ നല്ലോണം കപ്പയിലും ഇതിലും ഉണ്ടാക്കി നന്നായിട്ട് ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്തു. ആൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.